This video we are discussing about interpretation of wave function. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമുക്കറിയാം ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ലൈക്ക് എ വേവ്, അതായത് നമ്മളെ ഡി ബ്രോലി ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി അല്ലേ, ഇ ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ, പി ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് കെ, പി ഇസ് ഈക്വൽ ടു എം വി. ഇങ്ങനെയുള്ള കുറേ ബേസിക് ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതുവരെ മെക്കാനിക്സിൽ, ക്വാണ്ടം മെക്കാനിക്സിൽ, ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ലിമിറ്റേഷൻസ് ഇങ്ങനെയുള്ള എല്ലാം ഓവർകം ചെയ്ത്. അപ്പം നമ്മളിനി പറയാൻ പോകുന്നത് ഈ വേവ് ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് ദർ ഈസ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് ഗോയിങ് ടു ഡിസ്ക്രൈബ് ദ വേവ് അല്ലേ. ഈ ഫംഗ്ഷൻ ആണ് ആരെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്? ഈ വേവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്ന ആ ഫംഗ്ഷനെയാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഈസ് മൂവിങ് ആസ് എ വേവ്. വേവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി എക്സ്പ്ലെയിൻഡ്, അല്ലെങ്കിൽ ആ വേവിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹെൽപ്പ് വേണം. അതിനു വേണ്ടിയാണ് നമ്മളൊരു ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത്, വേവ് ഫംഗ്ഷൻ അല്ലേ. നമ്മൾ പറഞ്ഞു സൈ ആണ്, വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സ്പേസ് ആൻഡ് ടൈം കോർഡിനേറ്റ്സ് ആണ്. അത് സിംഗിൾ ആണ്, ഫൈനൈറ്റ് വാല്യൂ ആണ്. സൈയും സൈൻ്റെ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആണ് അല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടീസിൽ പറഞ്ഞു. ഇനി വരുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വേവ് ഫംഗ്ഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പം നമുക്കറിയാം ഇതിനൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല അല്ലേ. അതായത് ഈ വേവ് ഫംഗ്ഷന് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. സൈക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല, പക്ഷെ ആർക്കുണ്ട്? സൈ സ്ക്വയറിനാണെങ്കിൽ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പറഞ്ഞത് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഈ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി വി ആർ സേയിങ് എബൌട്ട് പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷനാണ്. എന്താണ്? പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി പോവുകയാണ്. ദാറ്റ് ഈസ് വി ആർ ഇൻ്റർപ്രറ്റിങ് അല്ലേ, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ആസ് വി നോ സൈയെക്കുറിച്ച് നമുക്ക് അതിനൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല, അതിനൊരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ സൈക്കില്ല. പക്ഷെ ആർക്കാണുള്ളത്? ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല, പക്ഷെ നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി, അതായത് സൈ സ്റ്റാർ സൈ, അതായത് സൈ സ്ക്വയറിൻ്റെ പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ വേണമെങ്കിൽ നമുക്ക് നടത്താം അല്ലേ. അപ്പോൾ ഈ സൈ ഓഫ് ആർ ടി എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ സൈ ഓഫ് ആർ ടി ആക്ച്വലി റെപ്രസെൻറ്റ്സ് അവർ ഡി ബ്രോഗ്ലി വേവ് അല്ലേ. അപ്പോൾ ഒരു ഡി ബ്രോഗ്ലി വേവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ സൈക്ക് പോസിറ്റീവ് വാല്യൂസും ആകാം, സൈക്ക് നെഗറ്റീവ് വാല്യൂസും ആകാം. സൈ ക്യാൻ ഹാവ് ബോത്ത് പോസിറ്റീവ് ആൻഡ് ഓൾസോ നെഗറ്റീവ് വാല്യൂ. അപ്പം നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ എന്താണ് പറയുന്നത്? വി ആർ ഗോയിങ് ടു ഗെറ്റ് ദ പ്രോബബിൾ വാല്യൂ. പ്രോബബിൾ വാല്യൂ ആണ് നമുക്ക് മെഷർമെൻറ്റ്സിൽ കിട്ടാൻ പോണത്. പക്ഷേ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. നമ്മൾ പറയുകയാണ് നമുക്കൊരു പാർട്ടിക്കിളിനെ അവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയുകയാണ് വി ആർ ഡ്രോയിങ് എ വേവ് ലൈക്ക് ദിസ് അല്ലേ. ഇപ്പം നമ്മളിങ്ങനെ ഈ വേവ് ഇങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറയുന്നത് ഇവിടെ ഒരു വേവ് ഉണ്ട്, ഹിയർ ദർ ഇസ് ആൻ ഇലക്ട്രോൺ, പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ട്, ദാറ്റ് ഈസ് എ പോസിറ്റീവ് തിങ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മൈനസ്, ഇപ്പോൾ ഇവിടെ ഒരു ഇവിടെ +2 ആണ്, ഇവിടെ 4 ആണെങ്കിൽ നമ്മൾ എവിടെ തൊട്ട് ഇതുവരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും? വിൽ ഇൻറ്റഗ്രേറ്റ് ഫ്രം 2 to 4 അല്ലേ. സൈ സ്റ്റാർ സൈ ഡീറ്റോ അത് 1 ആവുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദ പ്രസൻസ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ദിസ് റീജിയൻ ഈസ് ഫൈനൈറ്റ്. ഇപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. കാര്യം എന്താണ്? വി ആർ വെരി ഷുവർ ദാറ്റ് നമുക്ക് അവിടെ എവിടെയെങ്കിലും എന്താണെങ്കിലും കാണാൻ പറ്റും. പോസിറ്റീവ്ലി വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ദ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ദെയർ. അതുകൊണ്ട് ഈ സൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ മെഷർ ഓഫ്, ഈ സൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി ദ മെഷർ ഓഫ് പ്രസൻസ് ഓഫ് എ പാർട്ടിക്കിൾ. ഇതിനെ സൈ ഓഫ് എക്സ് ടിക്ക് പ്രസൻസ് കാണിക്കാൻ പറ്റൂല, പക്ഷേ ഇറ്റ് ഈസ് സം വേ, ഇതാണ് ഈ വേർഡാണ് പറയുന്നത്, ഇൻഡെക്സ് ടു ദ പ്രസൻസ് ഓഫ് പാർട്ടിക്കിൾ. ഇറ്റ് ഈസ് സം വേ ഇൻഡെക്സ് ടു ദ പ്രസൻസ് ഓഫ് പാർട്ടിക്കിൾ ആണ് അറ്റ് എക്സോ വൈയോ ഇസഡോ ടിയോ, അല്ലെങ്കിൽ നമുക്ക് പറയാം ആർ ടി അല്ലേ. അപ്പോൾ സൈ ഓഫ് ആർ ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ഇൻഡെക്സ് ടു ദ പ്രസൻസ് ഓഫ് പാർട്ടിക്കിൾ. അപ്പോൾ എന്തായിരുന്നാലും അവിടെ കാണാം, പക്ഷേ പ്രോബബിലിറ്റിയാണ് നമുക്ക് എന്ത് പറയുന്നത്? പ്രസൻസ് ഓഫ് പാർട്ടിക്കിൾ അവിടെ കാണാം. പ്രോബബിലിറ്റി ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ പറയും വേവ് ഫംഗ്ഷൻ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. വി കനോട്ട് അസൈൻ എ ഫിസിക്കൽ
എക്സിസ്റ്റൻസ്, ഫിസിക്കൽ എക്സിസ്റ്റൻസ് നമുക്ക് പറയാൻ പറ്റില്ല. സോ വി കനോട്ട് ടെൽ എ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ടു ദ വേവ് ഫംഗ്ഷൻ. മെയിൻലി അതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയും കൂടെയാണ്, അല്ലേ? അപ്പം നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷനിലോട്ടാണ് പോണത്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആസ് യു നോ അത് 1926 നമ്മൾ ആ മാക്സ് ബോൺ പറഞ്ഞതാണ്. അവിടെയാണ് ആദ്യമേ എർവിൻ ഷ്രോഡിഞ്ചർ പറഞ്ഞത് ഇതെന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി ആണെന്ന് പറഞ്ഞു, അല്ലേ? ലേറ്റർ മാക്സ് ബോൺ ആണ് 1926 അത് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹമാണ് പറഞ്ഞത് സൈ സ്റ്റാർ സൈ ഈസ് ഈക്വൽ ടു സൈ സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഡിനോട്ടഡ് ബൈ പി ഓഫ് ആർ ടി. ദാറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഡെൻസിറ്റി. ദിസ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഡിനോട്ടഡ് ബൈ പി ഓഫ് ആർ ടി. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ ദ സിസ്റ്റം അറ്റ് എ പോയിൻറ്റ് ആർ അറ്റ് ടൈം ടി, അല്ലേ? അതിനെയാണ് പ്രോബബിലിറ്റി ഓഫ് എ സിസ്റ്റം. നമുക്ക് വേണമെങ്കിൽ ഒരു ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ജനറലി വി ക്യാൻ സേ ഇറ്റ് ആസ് മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ഡി ടോ, അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ ഡി ഇസഡ്. സോ ദ ക്വാണ്ടിറ്റി പി ഓഫ് ആർ ടി ഡി ടോ, P of RT d tau when integrated from minus infinity to plus infinity. അതായത് modulus of psi the whole square d tau when integrated from minus infinity to plus infinity is equal to 1. ഇതിനെയാണ് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയും. We call it as normalization condition. Okay, we call it as normalization condition. അപ്പം and in such a situation what happens, psi of rt is not normalized, equation should be normalized. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇഫ് ദ ഇക്വേഷൻ ഈസ് നോട്ട് നോർമലൈസ്ഡ് വി വിൽ മൾട്ടിപ്ലൈ വിത്ത് എ കോൺസ്റ്റൻറ്റ്, സേ എൻ. ഇതിനെയാണ് നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് എന്നും നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ, ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. So any solution multiplied by a constant is also a solution. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റിയെക്കുറിച്ച് എന്താണ് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സൈ ഓഫ് ആർ ടി, അല്ലേ? സൈ ഓഫ് ആർ ടി എന്ന് പറയുന്നത് ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ഓഫ് എ പാർട്ടിക്കിളാണ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലെ ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷനാണ് സൈ ഓഫ് ആർ ടി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പം അതിലൊരു പെർട്ടിക്കുലർ റീജിയനിലായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇവിടെ തൊട്ട് ഇതുവരെയാണ് നമ്മളൊരു പെർട്ടിക്കുലർ റീജിയനിലാണ് പറയുന്നത്. ഇപ്പോൾ എക്സും എക്സ് പ്ലസ് ഡി എക്സോ ഒരു ടൈം ടിയിൽ ഒരു പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ സൈ സ്റ്റാർ സൈ എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി. ആൻഡ് ഇറ്റ് ഈസ് റിയൽ ആൻഡ് ഇറ്റ് ഈസ് ഒബ്സർവബിൾ. എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്? റിയലാണ്, അല്ലേ? ഒബ്സർവബിളും ആണ്. ഇറ്റ് ഈസ് റിയൽ ആൻഡ് ഒബ്സർവബിൾ. അപ്പോൾ അത് നമ്മൾ നോക്കണം. സോ അതെന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ യൂണിറ്റ് ഇൻ്റർവെൽ ഓഫ് സ്പേസ് സെൻറ്റേർഡ് എബൌട്ട് സർട്ടൺ സ്പേസ് അറ്റ് ടൈം ടി. എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഒരു ടൈം ടിയിൽ മാക്സിമം ആണ്. അതാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? പ്രോബബിലിറ്റി ഡെൻസിറ്റി, അല്ലേ? അപ്പം നമ്മളൊരു ജനറൽ വോളിയം ആണ് ഡി ടോ എന്ന് എടുക്കാം. എക്സ് വൈ ഇസഡിന് പകരം നമുക്ക് ആരെ എഴുതാം? ആറും എഴുതാം, അല്ലേ? ഇപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് യൂണിറ്റി. ദറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ സൈ ആർ ടി ദ ഹോൾ സ്ക്വയർ ഡി ടോ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇത് നമ്മൾ പറയും അത് വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആരെ ഇടുന്നത്? ഒരു എൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണത്. ഇനി എപ്പോഴും നമുക്ക് നോക്കണം, ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ബൗണ്ടറീസിലാണ്. എവിടെ പാർട്ടിക്കിൾ ഈസ് ലൈക്ലി ടു ബി ഫൗണ്ട്. എവിടെയാണോ ഇവിടെ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ ബൗണ്ടറിയിലായിരിക്കും ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റിയെക്കുറിച്ച് പറയുന്നത്. റിയൽ ആണ്, ഒബ്സർവബിൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഒന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി. പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അനദർ പാരാമീറ്റർ. ഇറ്റ് ഈസ് ഓൾസോ എ പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ പ്രോബബിലിറ്റി എന്നല്ലേ? അപ്പം ഇതും എന്ത് തന്നെയാണ്? ഒരു പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ എ പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ്
വേവ് ഫങ്ഷൻ അല്ലേ. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. അതായത് ഒരു വേവ് ഫങ്ഷൻ അത് ടൈം വെച്ച് അത് തന്നെ ചേഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ വെൻ എ വേവ് ഫങ്ഷൻ ഇറ്റ് സെൽഫ് ചേഞ്ചസ്, വേവ് ഫങ്ഷൻ തന്നെ ടൈം വെച്ച് ചേഞ്ച് ചെയ്യുമ്പം ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി അതാണ് പറയുന്നത്. എന്താണ്? ടൈം rate of change of probability density. ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്? പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. അതായത് ഒരു വേവ് ഫംഗ്ഷൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് psi rt ദ ഹോൾ സ്ക്വയർ ഡീറ്റോ ഈക്വൽ ടു 1 ഇൻറ്റഗ്രേറ്റഡ് ബിറ്റ്വീൻ ടു ബൗണ്ടറീസ് അല്ലേ. അപ്പം അതിൻ്റെ ടൈം റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ പി ആണ് പ്രോബബിലിറ്റി എങ്കിൽ ഡോ പി ബൈ ഡോ ടി ആണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ കോൺസ്റ്റൻ്റ് ഉണ്ട്, നമുക്ക് പിന്നെ പറയാം. ജസ്റ്റ് പറഞ്ഞാണ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് ലെറ്റർ വേണോ വെച്ച് ഡിറൈവ് ചെയ്യാം. നമുക്ക് ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് വി ആർ ഹാവിങ് അവർ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. IH cross dou psi by dou t is equal to minus h cross square by 2m del square plus v of r psi. ഇനി ഞാൻ ഇതിൻ്റെ ചെയ്യാൻ പോണേ ഇതിൻ്റെ കോംപ്ലക്സ് ഫോമും കൂടെ എഴുതാൻ പോവുകയാണ്. കോംപ്ലക്സ് ഫോം അപ്പോൾ എന്താണ്? കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുമ്പോൾ മൈനസ് ഐ ആയി അല്ലേ. ഇപ്പം മൈനസ് ഐ എച്ച് ക്രോസ് ഡോ സൈ സ്റ്റാർ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് വി ഓഫ് ആർ ഇൻറ്റു സൈ സ്റ്റാർ വേർ വി ഓഫ് ആർ ഈസ് റിയൽ അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റിയെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്? വി ആർ യൂസിങ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇപ്പോൾ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി. എന്തായിരുന്നു? ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എഴുതി. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മളതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുകയാണ് അല്ലേ. കോംപ്ലക്സ് ഫോം എടുത്തു. കോംപ്ലക്സ് ഫോം എടുത്തപ്പോൾ എന്ത് കിട്ടി? വി ഓഫ് ആർ റിയലാണ്. ഐ വന്നെടുത്തൊക്കെ നമുക്ക് എന്തായിട്ട് കിട്ടി? മൈനസ് ഐ ആയിട്ട് കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷൻസിന് ആദ്യത്തെ ഇക്വേഷന് 1 എന്നും കൊടുക്കും, രണ്ടാമത്തെ ഇക്വേഷന് 2 എന്നും കൊടുക്കും. ആദ്യത്തെ ഇക്വേഷനെ നമ്മൾ സൈ സ്റ്റാറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ സൈ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഇക്വേഷൻ 1 ഇൻറ്റു psi star and equation 2 into psi. ഇത് സൈ സ്റ്റാറും സൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ രണ്ട് ഇക്വേഷനെയും കൂടെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യും. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് എന്ത് വരും? ഈ ഇക്വേഷനെ നമ്മൾ സൈ സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഐ എച്ച് ക്രോസ് സൈ സ്റ്റാർ ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് വി ഓഫ് ആർ സൈ സ്റ്റാർ. അതുപോലെ ഇതിന് മൈനസ് ഐ എച്ച് ക്രോസ് സൈ ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ 2m ഡെൽ സ്ക്വയർ ബി ഓഫ് ആർ സൈ സ്റ്റാർ സൈ. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. സബ്ട്രാക്ട് ചെയ്തപ്പോൾ എന്ത് വന്നു? എന്നിട്ട് നമ്മൾ കോമൺ പുറത്തെടുത്തു. അപ്പോൾ ഐ എച്ച് ക്രോസ് എടുത്തു അല്ലേ. ഐ എച്ച് ക്രോസ് എടുത്തപ്പം നമുക്കിവിടെ ഒരു മൈനസ് ഇല്ലേ. അപ്പം ആ മൈനസ് ചെയ്യണ സബ്ട്രാക്ഷൻ്റെ സൈനും കൂടെ ആകുമ്പോൾ നമുക്ക് എന്തായി? പ്ലസ് ആയി. അപ്പം ഇവിടുത്തെ സൈ സ്റ്റാർ ഡോ സൈ ബൈ ഡോ ടി പ്ലസ് സൈ ഓഫ് ഡോ സൈ സ്റ്റാർ പ്ലസ് ഡോ ടി ഇസ് ഈക്വൽ ടു രണ്ടിടത്തും കോമൺ ആയിട്ട് നമുക്ക് എന്താണുള്ളത്? വി ആർ ഹാവിങ് കോമൺ ആസ് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഇൻസൈഡ് ദ ബ്രാക്കറ്റ് സൈ സ്റ്റാർ ഡെൽ സ്ക്വയർ സൈ പ്ലസ് വി ഓഫ് ആർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പ്ലസ് വി ഓഫ് ആർ സൈ സ്റ്റാർ സൈയും ഇവിടുത്തെ മൈനസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് വരും. മൈനസ് വി ഓഫ് ആർ സൈ സ്റ്റാർ സൈയും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും അല്ലേ. പിന്നെ ബാക്കിയുള്ളത് ഏതേ ഉള്ളൂ? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m സൈ സ്റ്റാർ ഡെൽ സ്ക്വയർ സൈ മൈനസ് സൈ ഡെൽ സ്ക്വയർ സൈ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഇപ്പോൾ എച്ച് ക്രോസ് സ്ക്വയറും ഒരു എച്ച് ക്രോസും കൂടെ ക്യാൻസൽ ചെയ്തു അല്ലേ. ഈ ഐ എന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഇവിടുത്തെ ഈ എച്ച് ക്രോസ് സ്ക്വയറും ഈ എച്ചും കൂടെ ക്യാൻസൽ ചെയ്തു. ഈ ഐയെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ ടി ഓഫ് സൈ സ്റ്റാർ സൈ എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐയെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. സോ ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഡെൽ ഡോട്ട് സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാർ അല്ലേ. ഇനി
നമുക്ക് ഈ ആർ എച്ച് എസിന് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ വെക്ടർ വെച്ച് നമുക്ക് പറയാം. അതായത് ഇതിന് ഇത്രയും ഐ എച്ച് ക്രോസ് ബൈ 2m സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാറിനെ നമുക്ക് ഡെൽ ജെ ഓഫ് ആർ ടി എന്ന് പറയാം. വി ക്യാൻ കോൾ ഇറ്റ് ആസ് ബൈ എ നെയിം. നമ്മളൊരു നെയിം എന്ന് പറയണമെന്നേ ഉള്ളൂ. ജെ ഓഫ് ആർ ടി എന്ന് നമ്മളൊന്ന് പറയുന്നതേ ഉള്ളൂ. കാര്യം നമുക്കെന്ന് പറയുന്നത് ഒരു ലോക്കലൈസ്ഡ് വേവ് പാർട്ടിക്കിളാണ്. അതൊന്ന് വേവ് പാക്കറ്റാണ്. ആൻഡ് ഇറ്റ് വിൽ ബി എല്ലാ കേസസിലും ഓൾമോസ്റ്റ് അത് സെയിം ആയിരിക്കും. അപ്പോൾ സൈ ആൻഡ് സൈ സ്റ്റാർ സീറോയിലോട്ട് ടെൻഡ് ചെയ്ത് ആർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ? ആർ എച്ച് എസ് ഓഫ് ദ ഇക്വേഷൻ വിൽ വാനിഷ് ഓൾസോ. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇക്വേഷനെ കാണത്തുള്ളൂ. ലെഫ്റ്റ് സൈഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് സൈ സ്റ്റാർ സൈ അല്ലേ, അത് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. പക്ഷേ നമുക്കറിയാം ഇതൊരു ലോക്കലൈസ്ഡ് വേവ് പാക്കറ്റ് ആകുമ്പം സൈയും സൈ സ്റ്റാറും സീറോയിലോട്ട് ടെൻഡ് ചെയ്ത് ആർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ടെൻ ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. അത് നമുക്ക് കണ്ടീഷൻസ് പിന്നെ പറയാം. അതിനു മുമ്പേ നമുക്ക് ഈ ഫാക്ടറിന്, അതായത് ഐ എച്ച് ക്രോസ് ബൈ 2m സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സ്റ്റാറിനെ നമുക്ക് ജെ ഓഫ് ആർ ടി എന്ന് പറയാം. പക്ഷെ നമുക്കിവിടെ ഒരു ഡെല്ലില്ലേ, ഞാൻ കൈവച്ച് മറച്ച അത്. അപ്പം നമുക്കവിടെ എന്ത് വരും? വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഡോ ബൈ ഡോ ടി ഓഫ് സൈ സ്റ്റാർ സൈ പ്ലസ് ഡെൽ ഡോട്ട് ജെ ഓഫ് ജെ ഇസ് ഈക്വൽ ടു 0. കാര്യം ഈ ഡെൽ ഡോട്ട് ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതിനെയാണ് ജെ എന്ന് പറഞ്ഞത്. ഐ എച്ച് ക്രോസ് ബൈ 2m സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാർ, അതിനെയാണ് ജെ എന്ന് പറഞ്ഞത്. ഇവിടെ ഡെൽ ഉള്ളതുകൊണ്ട് എന്തോന്ന് പറഞ്ഞു? ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഇതിനെയാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലൂയിഡ്സിൻ്റെ സെയിം സിമിലാരിറ്റിയാണ്. ഈ ജെ ഓഫ് ആർ ടി ആണ് നമ്മൾ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞത്. പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി, ഈ ജെ ഓഫ് ആർ ടി ആണ് നമ്മൾ പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഫ്ലോ ഓഫ് പ്രോബബിലിറ്റി അക്രോസ് യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം അല്ലേ. യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് ടൈമിലുള്ളതാണ്. നമ്മൾ ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഡോ ബൈ ഡോ ടി സൈ സ്റ്റാർ സൈ ഡി ടോ ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു വോളിയം വി. വിത്ത് റെസ്പെക്ട് ടു വോളിയം വി ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. വോളിയം വി ഡെൽ ഡോട്ട് ജെ ഡി ടോ, അത് മൈനസ് വരും, ഒരു പുറത്ത് മൈനസ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻറ്റഗ്രൽ എസ് സർഫസ് ഇൻറ്റഗ്രൽ. അതായത് വോളിയം ഇൻറ്റഗ്രൽ എന്ത് ഇൻറ്റഗ്രലായിട്ട് മാറി? സർഫസ് ഇൻറ്റഗ്രലായിട്ട് മാറി. അതിൻ്റെ തീറത്തിൻ്റെ പേര് ഐ തിങ്ക് യു റിമെമ്പർ, ഗോസ് തീറം. നമ്മൾ വി ആർ സ്റ്റഡിയിങ് ഫ്രം ഹയർ സെക്കൻഡറി സ്കൂൾ ഓൺവേർഡ്സ്. വോളിയം ഇൻറ്റഗ്രൽ ഈസ് ചേഞ്ച് ടു സർഫസ് ഇൻറ്റഗ്രൽ, ഗോസ് തീറം. So what do we understand from this equation? That is dou by dou t of volume integral psi star psi d tau equal to minus volume integral of del dot j d tau equal to surface integral of s d s. So from this equation we can see that any increase or decrease of probability, ഒരു മൈനസ് കിടക്കയില്ലേ, so any increase or decrease of probability within a region is accompanied by any increase or decrease. Any increase or decrease of probability within a region, it will be accompanied by either inflow or outflow. Either inflow or outflow of probability across their surface. അല്ലെങ്കിൽ പറയാം probability in some region increase with time. അതേസമയം ഇപ്പം ഒരു സ്ഥലത്ത് പ്രോബബിലിറ്റി കൂടെയാണെങ്കിൽ ഇറ്റ് ഈസ് കോമൺ ദാറ്റ്, അല്ലെങ്കിൽ നാച്ചുറലി ഔട്ട് സൈഡിൽ അത് കുറയും അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇവിടെ ഞാൻ പറയണു എനിക്ക് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ ഇവിടെയാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ എന്താണ്? പ്രോബബിലിറ്റി വളരെ കുറവെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ കുറയും. ഇഫ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ഇൻക്രീസസ് ഇൻ സർട്ടൻ റീജിയൻ, നാച്ചുറൽ ദാറ്റ് ഇറ്റ് വിൽ ബി ഡിക്രീസിങ് ഇൻ അതർ റീജിയൻസ്. ഇതാണ് പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബബിലിറ്റി കൺസർവേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബബിലിറ്റി കൺസർവേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ദിസ് വൺ ഇസ് എ പ്രോബബിലിറ്റി ഇക്വേഷൻ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെയും അനലോഗസ് ആണ്. ഹൈഡ്രോഡൈനാമിക്സിലും ഇലക്ട്രോ ഡൈനാമിക്സിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ജെ ഓഫ് ആർ ടി എന്ന് പറയുന്നത്? എന്താണ് ആക്ച്വലി ജെ ഓഫ് ആർ ടി? അതായത് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഐ എച്ച് ക്രോസ് ബൈ 2m സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ
psi star അല്ലേ? സോറി, psi del psi star മൈനസ് psi star del psi ആണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരാതെ പ്ലസ് വന്നത്. നിങ്ങൾക്ക് കാണാം psi star del square psi psi star del psi മൈനസ് psi del psi സ്റ്റാറിനെയാണ് ഞാൻ ജെ എന്ന് പറഞ്ഞത്. അത് നെഗറ്റീവ് സൈൻ മാറിയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. അത് ശ്രദ്ധിക്കണം. സോ വാട്ട് ഈസ് ജെ ആർ ടി? പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഐ എച്ച് ക്രോസ് ബൈ 2m psi del psi star മൈനസ് psi star del psi. അതാണ് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി. ആൻഡ് ദിസ് ഈസ് എ വെക്റ്റർ. ജെ ഓഫ് ആർ ടി ഈസ് എ വെക്റ്റർ കോൾഡ് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി. അതേപോലെ തന്നെ ഡോ പി, ഇതിനല്ലേ പി എന്ന് പറയണത്, psi star psi ആണ് നമ്മൾ പി എന്ന് പറയണത്. അതിന് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഡോ പി ബൈ ഡോ ടി പ്ലസ് ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അല്ലേ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഫോർ പ്രോബബിലിറ്റി. ഈ ഇക്വേഷനാണ് നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിലും ഹൈഡ്രോഡൈനാമിക്സിലും ഒക്കെ പറയുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ കൺസർവേഷൻ പ്രോബബിലിറ്റി ഇക്വേഷനും നമ്മൾ എഴുതി. അപ്പോൾ സൈ റിയൽ ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ സൈ എന്ന് പറയുന്ന ഈ വേവ് ഫംഗ്ഷൻ, സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ഇപ്പം റിയൽ ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ജെ ആർ ടി വിൽ വാനിഷ്. പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റി വാനിഷ് ആയപ്പോൾ അല്ലേ? അപ്പം നമുക്ക് ഇൻ്റഗ്രൽ ഫോമിലും എഴുതി. സോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ഇൻ സം റീജിയൻ ഇൻക്രീസസ് വിത്ത് ടൈം. അപ്പം തന്നെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ സിസ്റ്റം ഔട്ട്സൈഡ് ഡിക്രീസസ് ബൈ സെയിം എമൗണ്ട് അല്ലേ? ഇതാണ് പ്രോബബിലിറ്റി കറണ്ട് ഡെൻസിറ്റിയും പ്രോബബിലിറ്റി ഡെൻസിറ്റിയും.